നമസ്കാരം. അമേരിക്കയിൽ ഇപ്പോൾ എല്ലാം ട്രംപിസമായി മാറുകയാണ്. ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കയിൽ. ഏത് കാര്യത്തിന് അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ തന്നെ തൻ്റെ ഒരു വിരലടയാളം വേണം എന്നുള്ള നിർബന്ധക്കാരനാണ് ഡൊണാൾഡ് ട്രംപ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഈ വർഷം ജൂലൈയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഫോട്ടോ പതിച്ച പാസ്പോർട്ട് പുറത്തു വരാൻ പോകുന്നു എന്നാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ലിമിറ്റഡ് എഡിഷൻ പാസ്പോർട്ടാണ്. ഇതിന് പ്രത്യേക ഫീസൊന്നും ഈടാക്കുകയില്ല, സാധാരണ ഗതിയിലുള്ള പാസ്പോർട്ട് തന്നെയാണ്. പക്ഷേ ഇതിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ചിത്രം ഉണ്ടായിരിക്കും. 2 ചിത്രങ്ങളാണ് ഈ പുതിയ പാസ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ അമേരിക്കൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ചിത്രം തന്നെയാണ്, അതിൽ താഴെ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള കയ്യൊപ്പ് കൂടി കാണുമെന്നുള്ള പ്രത്യേകത കൂടി ഈ പാസ്പോർട്ടിലുണ്ടായിരിക്കും. മറ്റൊരു ചിത്രം അമേരിക്കയുടെ സ്ഥാപകരുടെ ഒരു കൂട്ടം ചിത്രങ്ങളായിരിക്കും. ഒരുപക്ഷെ ജോർജ് വാഷിങ്ടണോ അന്നത്തെ എബ്രഹാം ലിങ്കനെയൊക്കെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ അമേരിക്കയെ മുന്നോട്ട് നയിച്ച അമേരിക്ക ഇന്നത്തെ ഈ ഒരു പുരോഗതിയിലേക്ക് എത്തിച്ച നേതാക്കളുടെ ചിത്രമാണ് മറ്റൊന്ന്. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ ചിത്രം ഒറ്റയ്ക്കുള്ള ചിത്രമായിരിക്കും, അതിൽ അദ്ദേഹം ഒപ്പിട്ടിരിക്കുകയും ചെയ്യും. ഏതായാലും ഇക്കാര്യം അമേരിക്കൻ സർക്കാർ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ജനം. ഇതുകൂടാതെ അമേരിക്കയുടെ പേപ്പർ കറൻസി നോട്ടിലും ഇനി മുതൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യൊപ്പ് ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. അപ്പോൾ ഏതായാലും താൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുക എന്നുള്ള ട്രംപിൻ്റെ സ്ഥിരം ട്രംപിസം രീതിയുടെ ഒരു ഭാഗമായിട്ട് വേണം ഇതിനെ കണക്കാക്കേണ്ടത്. അമേരിക്ക എന്നല്ല, ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് ട്രംപിൻ്റെ വിചിത്രമായ സ്വഭാവ രീതികളും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളുമൊക്കെയാണ്. എല്ലായിടത്തും തൻ്റെ ചിത്രവും പടവും വേണമെന്ന് കരുതുന്ന, പഴയൊരു മലയാള സിനിമയിൽ പറയും പോലെ, എല്ലായിടത്തും എൻ്റെ മുഖം എൻ്റെ തല, എൻ്റെ മുഖം എൻ്റെ തല എന്ന് പറയുന്നത് പോലെ, എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനും അതുതന്നെയാണ് ഈ രോഗം പിടികൂടിയിരിക്കുന്നത്. എല്ലായിടത്തും തൻ്റെ ചിത്രം വേണം, തൻ്റെ കയ്യൊപ്പ് വേണം. അമേരിക്കയുടെ ഭാവി തലമുറ ഇങ്ങനെ ഒരു പ്രസിഡന്റ് അമേരിക്ക ഭരിച്ചിരുന്നുവെന്ന് 4 ആളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ഇതിനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ വാർത്ത വന്നതിൻ്റെ പിന്നാലെ നിരവധി ട്രോളുകളും വരുന്നുണ്ട്. പലരും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു പ്രശ്നത്തെ കളിയാക്കിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ ഇട്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന് ഇത് എന്തിൻ്റെ കേടാണെന്ന രീതിയിലാണ് പല ആളുകളും തങ്ങളുടെ പ്രതിഷേധവും അറിയിച്ചിട്ടുള്ളത്. അതേസമയം ട്രംപിനെ അനുകൂലിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറാനുമായി യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട് വല്ലാതെ വെട്ടിലായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സ്വന്തം നിലനിൽപ്പ് തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു അവസ്ഥയിൽ ഏതായാലും സ്വന്തം പടമെങ്കിലും അടിച്ച് പാസ്പോർട്ട് ഇറക്കാമെന്നും കറൻസി നോട്ടുകൾ തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കണമെന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് നിർബന്ധം പിടിച്ചാൽ പിന്നെ അതിനെ ആർക്കും എതിർക്കാൻ കഴിയുകയില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടത്തിച്ചെടുക്കാൻ അദ്ദേഹത്തിന് അസാമാന്യമായ ഒരു കഴിവ് തന്നെയുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം എടുത്ത് കാണിക്കേണ്ടി വരും. ഒരു വലിയ വ്യവസായ പ്രമുഖനായിരുന്ന ഡൊണാൾഡ് ട്രംപിന് അമേരിക്കൻ പ്രസിഡൻ്റായി മാറാൻ കഴിയുമെങ്കിൽ അതിന് 2 തവണ മാറാൻ കഴിയുന്ന രീതികൾ, തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിനെ ഏറെ വ്യത്യസ്തനാക്കുന്നത്. ഏതായാലും ഈ ലിമിറ്റഡ് എഡിഷൻ പാസ്പോർട്ട് ലഭിക്കാൻ ഇപ്പോഴേ നിരവധി പേർ തയ്യാറായി രംഗത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അമേരിക്കയുടെ ഒരു സിറ്റിംഗ് പ്രസിഡന്റ് അവിടുത്തെ പാസ്പോർട്ടിൽ ഒപ്പിടുന്ന ഒരു സംഭവം അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കൻ സർക്കാർ വ്യക്തമാക്കുന്നത് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ പാസ്പോർട്ടായി അമേരിക്കൻ പാസ്പോർട്ട് ഇതോടുകൂടി മാറുമെന്നാണ്. അത് ഏത് തരത്തിലാണെന്നുള്ള കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ ഈ പാസ്പോർട്ടിന് ഏതെങ്കിലും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന മറ്റ് ഫീച്ചറുകൾ ഉണ്ടായിരിക്കുമോ എന്നുള്ള കാര്യവും ഇനിയും അവർ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും ജൂലൈ മാസം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ പടവും ഒപ്പുമുള്ള പാസ്പോർട്ട് ലഭിക്കുന്നതിനായി. ഈ പാസ്പോർട്ടിനൊരു പേര് കൂടി അമേരിക്കൻ സർക്കാർ നൽകിയിട്ടുണ്ട്. പാട്രിയറ്റ് പാസ്പോർട്ട് എന്നാണ് ഇതിൻ്റെ പേരും. ഏതായാലും അമേരിക്കക്കാരെല്ലാം കാത്തിരിക്കുകയാണ് ജൂലൈ മാസത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വന്തം മുഖവും ഒപ്പുമുള്ള പാസ്പോർട്ട് എങ്ങനെയിരിക്കും എന്നറിയാൻ.